ഇന്നത്തെ അവിടെ ഇന്ന് വൈസ് പ്രസിഡന്റ് അവിടുത്തെ DCC വൈസ് പ്രസിഡന്റ് മാധ്യമങ്ങൾ സംസാരിച്ചു, രാജിവെച്ച് അത് വിമതമായിട്ട് മത്സരിക്കാൻ പോവാം. അദ്ദേഹം പൊട്ടിക്കറിയുകയും ചെയ്തു. സിംഹം എന്നാണ് കെ സുധാകരന്റെ പേര്. കാപ്പാട് രമേശിനെ പറ്റി പറഞ്ഞ് വിതുമ്പി സങ്കടപ്പെട്ട് വൈകാരികമാവുന്ന ചിലപ്പോ അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന വേദന വികാരമായിരിക്കും. ആളുകൾക്ക് പ്രായമാകുന്നതിന്റെ പ്രശ്നമാണ്. രാജ്യസഭാ സീറ്റിൽ കെ കരുണാകരൻ സ്ഥാനാർത്ഥിയാക്കിയില്ല, തോൽക്കുന്ന സീറ്റാണ്. ഇന്ന് കോടോത്ത് ഗോവിന്ദൻ നായരെ സ്ഥാനാർത്ഥിയാക്കി, ഇദ്ദേഹത്തെ ആക്കിയില്ല എന്ന് പറഞ്ഞിട്ടൊരു പൊട്ടിക്കരച്ചിലുണ്ടായി. ഒരു സൂപ്പർ കരച്ചിൽ, രാഷ്ട്രീയം കണ്ട അതിനുശേഷം ഉള്ള കരച്ചിലുകളാണ്. ആത്മാർത്ഥമായിട്ട് കരഞ്ഞതാ. ഇതും ആത്മാർത്ഥമായിട്ടായിരിക്കും. ഈ നേതാവേ കൊടിക്കുന്നിലിന്റെ അവിടുത്തെ വളരെ ഹൃദയാടുപ്പമുള്ള നേതാവാണ്. കൊടിക്കുന്നിലിന്റെ പല നേതാക്കളുടെയും താല്പര്യങ്ങൾ ഈ നേതാക്കളുടെ പിന്നിലുണ്ട്, ഓഫ് കോഴ്സ് ഉറപ്പായിട്ടുണ്ട്. അപ്പൊ അതാണ് ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങളൊന്നും അല്ല എന്ന് ഞാൻ പറയായിരുന്നു. അപ്പൊ ഇപ്പൊ വിവിധ ശല്യങ്ങളുണ്ട്. ഏത് രീതിയിലാണ് അത് ജയപരാജയങ്ങളെ സ്വാധീനിക്കാൻ നമുക്ക് കാത്തിരുന്നതാണ്. വളരെ ക്ലെവർ ആയിട്ട് രമേശ് ചെന്നിത്തല ആ ചോദ്യത്തിന് ഒഴിഞ്ഞു മാറി. അതായത് കുട്ടനാട് ഈ മണ്ഡലത്തിൽ പെടുന്നതല്ല, ഈ മണ്ഡലത്തിലെ കാര്യം ചോദിച്ചാൽ കുട്ടനാട് പറഞ്ഞ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ് ആൾക്കാർ. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിൽ ഒരു പ്രശ്നവും ഇല്ലെന്നാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം VD സതീശനൊപ്പം ഡൽഹിയിലുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു സമ്പർക്ക ഗുണം കൂടിയാണെന്ന് തോന്നുന്നു. VD സതീശനെ കുറച്ച് നാളായിട്ട് ഡൽഹിയിൽ നിന്ന് മടങ്ങിയതിനു ശേഷം അദ്ദേഹത്തിന് വല്ലാത്തൊരു ആത്മവിശ്വാസമുണ്ട്. മാത്രമല്ല കെ സുധാകരന്റെ കാര്യത്തില് ഒരു കോംപ്രമൈസ് ഫോർമുലയ്ക്ക് വേണ്ടിയിട്ട് രമേശ് സുധാകരനോട് വളരെ അനുഭവപൂർവ്വമായ സമീപനം എപ്പോഴും സ്വീകരിക്കുന്ന നേതാവ് കൂടിയാണ്. സുധാകരൻ മത്സരിക്കുന്നതിൽ ആദ്യം മുതൽ തന്നെ ചെന്നിത്തലയ്ക്ക്. പക്ഷേ രമേശ് ചെന്നിത്തല മത്സരിക്കണം, ഇത്തവണ ഉണ്ടാകണം, മത്സരരംഗത്ത് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച ഒരാളുടെ കാര്യത്തിൽ ഇപ്പോഴും കയ്യാലപ്പുറത്താണ് തീരുമാനം. നമ്മുടെ പെരുമ്പാവൂരിലെ എൽദോസ് കുന്നപ്പള്ളിക്ക് വേണ്ടി വാദിക്കാൻ ഒരേ ഒരു പ്രധാനപ്പെട്ട നേതാവേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഈ രമേശ് ചെന്നിത്തലയാണ്. പാർട്ടിക്കകത്തുനിന്ന് വലിയ ദേശീയ തലത്തിൽ തന്നെ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ഒരു കേസുണ്ട്. ആ കേസിൽ ജാമ്യാപേക്ഷ അല്ലെങ്കിൽ എൽദോസിന് ജാമ്യം കിട്ടിയ ഉത്തരവിൽ വളരെ വ്യക്തമായി എവിഡന്റായി എൽദോസ് അനുകൂലമായ ഒരുപാട് പരാമർശങ്ങൾ അതിലുണ്ട്. അതെന്നോ ഉള്ള കേസാണ്. എൽദോസ് കുന്നുകൾ ഇപ്പൊ സീറ്റ് നിഷേധിക്കാരണം. SKN ഒരു ധാർമ്മികതയോ ഒരു മണ്ണാങ്കട്ടയോ അല്ല. SKN അവിടെ ആ സീറ്റിൽ ഷിയാസിനെ മത്സരിപ്പിക്കണം. ആ പ്ലാൻ ആയിരുന്നു അത്. എന്തായാലും ആ പ്ലാൻ പൊളിയുന്നു. VD സതീശന്റെ നോമിനി അങ്ങനെ പറയും. അവിടെ ദീപ്തിക്കും സീറ്റ് കൊടുക്കണം, ഷിയാസിന് സീറ്റ് കൊടുക്കണം. അപ്പൊ കൊച്ചി ഒരു സീറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നൈസായിട്ട് എൽദോസ് കുന്നപ്പള്ളി ഒഴിവാക്കുക, അവിടെ ഷിയാസിനെ ഫിക്സ് ചെയ്യാന്നായിരുന്നു പ്ലാൻ. ആ പ്ലാൻ SKN പൊളിഞ്ഞു. എൽദോസിന് സീറ്റ് ഉണ്ട്. മാത്രമല്ല എൽദോസിന്റെ കാര്യം വരുമ്പോ സ്വാഭാവികമായിട്ടും അതിൽ ഈ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്ത ഒരു വിഭാഗം ഉണ്ടല്ലോ. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൽദോസിന് സീറ്റ് കൊടുക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലും കൊടുക്കേണ്ടി. രാഹുൽ എൽദോസ് കമ്പാരിസൺ ഇല്ലെന്നേ ഞാൻ പറഞ്ഞ. എൽദോസിന് ഒരു ഓഫ് കോഴ്സ് ഒരു കേസുണ്ട്. ആ കേസ് എന്നോ ഉണ്ടായ കേസാണ്. ആ കേസിൽ വിചാരണ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോളമിലേക്ക് സീറ്റ് കൊടുക്കാൻ പാടുണ്ട്. വിചാരണ നടക്കല്ലേ? ഈ എൽദോസിന്റെ കേസിൽ വാസ്തവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ടല്ല താരതമ്യം, M വിൻസെന്റുമായി തന്നെയാണ്. ഇതിൽ വാസ്തവത്തിൽ കോൺഗ്രസിന് ഇനിയിപ്പോൾ മാറ്റി നിർത്തിയത് ഈ പറയുന്ന നിലയിൽ ഈ ലൈംഗിക പീഡന പരാതി നേരിടുന്നത് കൊണ്ടാണെന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പോലും കോൺഗ്രസിന്റെ ഈ നിലപാട് പൊള്ളത്തരമാണെന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണല്ലോ M വിൻസെന്റ്. ഞാൻ പറഞ്ഞു കേട്ടെ. ഇപ്പോൾ ഇന്നലെ ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം M വിൻസെന്റിനെതിരായ കേസിലെ ആ പരാതിക്കാരി രാഹുൽ ഗാന്ധിക്ക് കത്തെഴുതുകയാണ്, അദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഇതാണ് അതിന്റെ മാനദണ്ഡമെങ്കിൽ രണ്ടുപേരെ മാറ്റി നിർത്തണമല്ല. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് വരുമ്പോൾ ഏറ്റവും പ്രധാനമായി CPM കോൺഗ്രസ് ഉയർത്തിയ പ്രതിരോധം എന്തായിരുന്നു? M മുകേഷിന്റെ കേസായിരുന്നു, ആയിരുന്നില്ലേ? മുകേഷിനെ മുൻനിർത്തിയാണ് CPM-നോട് അവർ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നത്. മുകേഷിനെതിരെ നടപടി എടുക്കുന്നില്ല അത്രേ. മുകേഷിനെതിരെ എന്ത് പാർട്ടി നടപടിയാണ് CPM-ന് എടുക്കാൻ സാധിക്കുന്നത്? എന്താണ് എടുക്കാൻ സാധിക്കുമായിരുന്നത്? സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുക. M മുകേഷിന് സീറ്റില്ല ഇത്തവണ. അപ്പോൾ ആ നിലയിൽ സ്ത്രീപക്ഷ നിലപാട് അങ്ങനെയാണെങ്കിൽ ഉയർത്തിയിരിക്കുന്നത് CPIM ആണ്, LDF ആണ്. മറുഭാഗത്ത് വരുമ്പോൾ എൽദോസ് കുന്നപ്പള്ളിയെ മുൻനിർത്തി ഒരു ഫൗൾ പ്ലേ കളിക്കുകയാണ്. മുകേഷിന്റെ കാര്യത്തിൽ അസത്ത് പറഞ്ഞതിനോടൊരു വിയോജിപ്പുണ്ട്. ഏത് രീതിയിലാണ് മുകേഷിനെ മാറ്റി നിർത്തേണ്ടി വരിക എന്ന് വെച്ചാൽ, അതിപ്പോ ഈ സ്ഥാനാർത്ഥി 10 വർഷം അദ്ദേഹം MLA ആയിരുന്നു. അവിടെ ഒരു വിരുദ്ധ വികാരം, മുകേഷ് വിരുദ്ധ വികാരം ആ മണ്ഡലത്തിൽ ഏറെക്കുറെ പ്രകടവുമാണ്. അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി
ആ ഒരു അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു വികാരമുണ്ട്. അത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം വലിയ കൊല്ലം നഗരത്തിലടക്കം പ്രതിഫലിച്ചതാണ്. ഞാൻ പറഞ്ഞ അതല്ല, അത്തരം ഒരു തീരുമാനം അല്ലല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അത് പരിഗണിച്ച് മുകേഷിനെ മാറ്റി നിർത്തി ധാർമ്മികത ഉയർത്തിപ്പിടിച്ചു. നമ്മൾ നേരത്തെ പറയുന്ന പോലെ നമ്മൾ മതേതര കേരളമാണെന്ന് പറയുകയും നമ്മളിവിടെ സ്ഥാനാർത്ഥി നിശ്ചയിക്കാൻ ജാതി മതം നോക്കുന്നു പറയുന്ന പോലെ ധാർമ്മികത ഒക്കെ ആപേക്ഷികമാണ്. എല്ലാവരും അവനവന്റെ കാര്യം ഇല്ല എന്ന് പറഞ്ഞാൽ അവനവന്റെ ആവശ്യത്തിനനുസരിച്ച് ധാർമ്മികത മാത്രമേ ഉള്ളൂ. ഒന്നുമില്ല, അങ്ങനൊന്നുമില്ല. എല്ലാ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഇക്കാലം. ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, MC ജോസഫൈൻ വനിതാ കമ്മീഷൻ അന്തരിച്ചു. അതിന്റെ ആ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയുകയാണ്. ആ ബഹുമാനം അങ്ങേയറ്റമുണ്ട്. MC ജോസഫൈൻ ഒരു പീഡന കേസുമായി ബന്ധപ്പെട്ട് അന്ന് വനിതാ കമ്മീഷൻ അവിടെ എത്തി. ഈ MC ജോസഫൈൻ, ഞാൻ അന്ന് റിപ്പോർട്ടറാണ് തിരുവനന്തപുരത്ത്. അപ്പൊ ഞാനിത് ചോദിച്ചു വന്നപ്പോഴാണെന്ന് MC ജോസഫൈൻ പറഞ്ഞു, ഞങ്ങൾക്ക് പാർട്ടി കോടതിയുണ്ട് തീവ്രത ഇളക്കാൻ പറഞ്ഞു. ഞങ്ങളുടെ പാർട്ടി കോടതിയുണ്ട്, പാർട്ടിയാണ് ഇതിന്റെ എല്ലാ സംവിധാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.